രാഹുൽ ഗാന്ധി വീണ്ടും 244 എന്ന മാജിക്കൽ നമ്പറിലേക്ക് ഇന്ത്യയുടെ ഒരു സീറ്റ് പിന്നാക്കം പോയിരിക്കുന്നു. എൻഡിഎ മുന്നണി 244, ഇന്ത്യ മുന്നണി 244. കോഴിക്കോട് എം കെ രാഘവന്റെ ഭൂരിപക്ഷ ലീഡ് 3171 ആയിരുന്നു. കോഴിക്കോട് എം കെ രാഘവൻ 3171 ലീഡ് ചെയ്യുമ്പോൾ രണ്ടാം സ്ഥാനത്ത് എം ടി രമേശാണുള്ളത്. കോഴിക്കോട്ട് എന്താണ് LDF സംഭവിക്കുന്നത്? എൻ.ടി. രമേശ് കളത്തിലിറക്കി നടത്തിയ പരീക്ഷണം കൊണ്ട് വോട്ട് കൊയ്തെടുക്കുകയാണോ NDA എന്നത് ചോദിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 21,000 വോട്ടെന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷത്തിന്റെ കൊടുമുടി കയറാനുള്ളതിന്റെ തുടക്കമല്ലേ എന്ന് കണ്ടറിഞ്ഞാൽ മതി. ഡി കെ ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷ് 42,000 വോട്ടുകൾക്ക് ഈ നിമിഷം പിന്നിലാണ്. തമിഴ്നാട് 35ഇടത്ത് ഇന്ത്യ മുന്നണി, അണ്ണാഡിഎംകെ ഒരിടത്ത്, NDA ഒരിടത്ത്. അതായത് തമിഴ്നാട് സ്വീപ്പാണ്. തമിഴ്നാട് ഇന്ത്യ മുന്നണിയുടെ ക്ലീൻ സ്വീപ്പ് സംഭവിക്കുന്നു. ഈ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ NDAയുടെ വോട്ട് ഷെയർ അത്ഭുതമാണ്. എറണാകുളം, കോഴിക്കോട്, പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ഹൈബിയുടെ ലീഡ് ആദ്യമായി 5 അക്കത്തിലേക്ക്. ഉത്തർപ്രദേശിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? 39 ഒരു സീറ്റിന് ഇന്ത്യ മുന്നണി മുന്നിലാണ്. 38 ഇടത്ത് മാത്രമാണ് BJP NDA സഖ്യമുള്ളത്. 244 ഉണ്ടാകുന്നത് യുപിയിൽ നിന്ന്. ആദിത്യനാഥിന്റെ യുപിയിൽ നിന്നാണ് NDAയുടെ 244ലേക്കുള്ള വീഴ്ചയും ഇന്ത്യ മുന്നണിയുടെ 244ലേക്കുള്ള ഉയർച്ചയും. വലിയ തരംഗം ഉണ്ടാവുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം കുതിച്ചു കയറിയാണ്, കയറിപ്പോരുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നുമില്ല. 39 ഇടത്താണ് കോൺഗ്രസ് SP സഖ്യം, ഇന്ത്യ സഖ്യം അവിടെ മുന്നേറുന്നത്. അവിടെ NDA സഖ്യം BJP അവിടെ ഒരു സീറ്റിന് പുറകിലാണ്. 38 ഇടത്ത് മാത്രമേ മതിയാകൂ, തടഞ്ഞു നിർത്തിയേ മതി.